നമ്മളിന്ന് പോകുന്നത് വർക്കലയിലെ ഗോൾഡൻ ഐലൻഡിലാണ്. പൊന്നുംതുരുത്തെന്ന് പറയും. കയാക്ക് കളറാ വള്ളം ഉണ്ടോ? അത് കയാക്ക് ഒരാൾ മാത്രം ഇട്ടിരിക്കുന്നത്. എന്താല്ലേ വലിയൊരു മരം. ഓ, അതുപോലെ കുറെ മരങ്ങളുണ്ട്. വലിയ മരം അല്ലേ? വർക്കലയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നറിയാമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പറ്റിയത്. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല നല്ല വൈബാണ്. എല്ലാവരും പോയി ഒന്ന് എൻജോയ് ചെയ്യണം. അത്ര നല്ല സ്പോട്ടാണ്. നമ്മൾ എല്ലാവരും വള്ളത്തിലാണേ പോയത്. അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് വള്ളമാണ് കിട്ടിയത്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ് പോകുന്നത്. 5:30 മണിയായി. ഇനി ഇങ്ങോട്ട് അവിടെ നിന്ന് എല്ലാവരും എടുത്ത് ഇങ്ങ് വരത്തേ ഉള്ളൂ. ഒരു 6:30 മണിക്ക് തിരിച്ചു വരും. അപ്പോൾ 1 മണിക്കൂർ നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മളിതാ വർക്കല ഗോൾഡൻ ഐലൻഡ് പൊന്നുംതുരുത്തിലെത്തിക്കഴിഞ്ഞ്. ഇവിടെ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രമുണ്ടേ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നില്ല. കുട്ടികളൊക്കെ കയറിയായിരുന്നു. പൊന്നുംതുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം. കുട്ടികൾക്കൊക്കെ ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടെ. അവർ പറഞ്ഞ് കാട്ടിക്കൂടെയൊക്കെ പോകണ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടെ പോകുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവർക്ക് അവിടെ നിന്ന് തിരിച്ച് വരാനേ മനസ്സില്ലായിരുന്നു. അത്രയ്ക്ക് അവർക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ഓ സൂപ്പർ, വാവ്. നമ്മൾ പോയപ്പോഴേ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നേ. ഒരു ഫാമിലി അവിടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബോട്ടൊക്കെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ദാ നമ്മൾ തിരിച്ച് പോവുകയാണ്. ലാസ്റ്റ് ട്രിപ്പാണ്. ഇന്നിനി വള്ളം എടുക്കത്തില്ല. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി അക്കരെ ആളില്ല. അവരൊക്കെ ബോട്ടിൽ പോയി. നമ്മൾ വള്ളത്തിൽ. നമ്മളോടൊപ്പം പൂജാരി ഉണ്ടായിരുന്നേ ക്ഷേത്രത്തിലെ. അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞ്. മീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാടുന്നുണ്ടായിരുന്നേ. അത് പരുന്ത് മേളിൽ കൂടെ പറക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. നല്ല ഭംഗിയായിരുന്നു. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും അടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് കാണാൻ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ ഓക്കെ, ബൈ.